കേരളത്തിനും മലയാളികൾക്കൊക്കെ ജീവിത സമൃദ്ധി നൽകിയതിൽ ഗൾഫ് പ്രവാസത്തിന് വലിയൊരു പങ്കുണ്ട്. ഒരുപാട് കുടുംബങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭിച്ചതും നല്ല വീടുകൾ നിർമ്മിക്കാനായതും ഒക്കെ ഇത്തരത്തിലുള്ള ഗൾഫ് മണി കൊണ്ടാണ്. ഇപ്പോഴും ഒരുപാട് പ്രവാസി മലയാളികളുടെ വലിയൊരു സ്വപ്നമാണ് നാട്ടിൽ സ്വന്തമായിട്ടൊരു വീട്. അത്തരത്തിൽ ഒരു പ്രവാസി മലയാളി സഫലമാക്കിയ വീടിൻ്റെ വിശേഷങ്ങളാണ് പുതിയ ലക്കം സ്വപ്ന വീടിൽ. നമ്മളുള്ളത് മാവേലിക്കര ചെട്ടികുളങ്ങരയ്ക്കടുത്ത് ഭഗവതിപ്പടി എന്നുള്ള സ്ഥലത്താണ്. ഇവിടെയുള്ള ജിതേഷിൻ്റെയും കുടുംബത്തിൻ്റെയും വീടാണ്. ഏകദേശം 15 സെൻറ്റിൽ 2800 സ്ക്വയർ ഫീറ്റിൽ ഒരു ട്രോപ്പിക്കൽ മോഡേൺ ഡിസൈനിൽ ഒരുക്കിയ മനോഹരമായൊരു വീട്. അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യ കാഴ്ച തന്നെ ആരെയും ആകർഷിക്കുന്ന നല്ല ഭംഗിയുള്ളൊരു എലിവേഷനാണ്. ഈ വീട് ഇങ്ങനെ നേരെ കാണുന്നതിനേക്കാൾ വശത്ത് നിന്ന് കാണാനാണ് കുറച്ചുകൂടി ഒരു ഭംഗി. വെള്ളച്ചുവരുകളുടെയും ടെറാക്കോട്ടയുടെയും ഒരു കളർ കോമ്പിനേഷനാണ് പുറം കാഴ്ചയ്ക്ക് ഭംഗിയേകുന്നത്. പുറമേ കണ്ടാൽ 2 നില വീടെങ്കിലും 3 നിലയുടെ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും മുകൾ നിലയിൽ GA ട്രസ് ചെയ്ത് ഓടി വിരിച്ചിരിക്കുകയാണ്. വീടിൻ്റെ ഭംഗി മറയ്ക്കാത്ത രീതിയിൽ വശത്തേക്ക് മാറ്റിയാണ് ഇവിടെ കാർ പോർച്ച്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ വീടുകളുടെ കാർ പോർച്ചുകളിൽ ഒരുപാട് ഇന്നോവേഷൻസ് സംഭവിക്കുന്നുണ്ട്. ഒരുപാട് പുതിയ മെറ്റീരിയലുകൾ ഇപ്പം ഈ ഒരു മേഖലയിൽ വരുന്നുണ്ട്. പണ്ടൊക്കെ വീടിൻ്റെ സ്ട്രക്ചറിനോട് ചേർന്ന് തന്നെ കാർ പോർച്ച് നിർമ്മിച്ചിരുന്നെങ്കിൽ ഇപ്പം ഡിറ്റാച്ച്ഡ് കാർ പോർച്ചാണ് ട്രെൻഡ്. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ മെറ്റലിൽ റൂഫിംഗ് ഷീറ്റ് വിരിച്ചാണ് ഈ കാർ പോർച്ച് നിർമ്മിച്ചിട്ടുള്ളത്. അതിൻ്റെ താഴെ ഒരു വുഡൻ ഫിനിഷ്ഡ് പാനലിംഗും ചെയ്തിട്ടുണ്ട്. 2 കാറുകൾ സുഖമായിട്ട് പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് അതിൻ്റെ ക്രമീകരണം. വീട് പോലെ തന്നെ ചുറ്റുപാടുകളും ഭംഗിയായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. ഈ ഒരു ഡ്രൈവേ നാച്ചുറൽ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇടകലർത്തി വിരിച്ചു. ഈ ഭാഗത്തൊക്കെ കലാത്തിയ ലൂട്ടിയ നൽകിയിട്ടുണ്ട്. പരിപാലനം കണക്കിലെടുത്ത് മിനിമലായിട്ടുള്ള ഒരു ഗാർഡൻ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു സിറ്റ് ഔട്ടാണ്. ആ ഒരു സ്ലോപ്പ് റൂഫിൻ്റെ അതിൻ്റെ താഴെയുള്ള സീലിംഗ് ടൈലിൻ്റെ ഭംഗി നമുക്കിവിടെ എടുത്ത് കാണാൻ സാധിക്കും. അധികം സിറ്റ് ഔട്ടിലൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു സവിശേഷത ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു ഇൻബിൽറ്റ് സീറ്റിംഗ്, അതിനോടനുബന്ധമായിട്ട് ഒരു ചെറിയ വാട്ടർ ബോഡി. പലപ്പോഴും സ്ഥിരതാമസമില്ലാത്ത ഇതുപോലത്തെ വീടുകളിൽ വീടിനുള്ളിൽ ഒരു വാട്ടർ ബോഡി കൊടുത്തു കഴിഞ്ഞാൽ ദീർഘകാല പരിപാലനം ഒരു ബുദ്ധിമുട്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇവർ ഈ ഒരു എൻട്രി പോയിന്റ് തന്നെ ചെറിയൊരു ഫിഷ് പോണ്ട് കൊടുത്തിരിക്കുന്നത്. ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് ഇങ്ങനെ സ്ലോപ്പായിട്ട് നിർമ്മിച്ചതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടെ ഉണ്ട്. ഇപ്പോൾ ഫ്ലാറ്റായിട്ട് നിർമ്മിക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒരു ബാൽക്കണി സ്പേസ് കൂടെ വരും. പ്രായോഗികമായിട്ട് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തൊന്നും അങ്ങനെ ബാൽക്കണി ഒന്നും അധികം ആരും ഉപയോഗിക്കാറില്ല. അപ്പം സ്വാഭാവികമായിട്ടൊരു ഡെഡ് സ്പേസ് നിർമ്മിക്കാം എന്ന് മാത്രമേ കാര്യമുള്ളൂ. എന്നാൽ ഇങ്ങനെ സ്ലോപ്പായിട്ട് നിർമ്മിച്ച് കഴിഞ്ഞാൽ ആ സ്പേസ് പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ ഒക്കും എന്നുള്ളതാണ്. അപ്പം വീട് നിർമ്മിക്കുന്നവർക്ക് വേണമെങ്കിൽ പ്രായോഗികമായിട്ട് നടപ്പാക്കാവുന്ന ഒരു സിറ്റ് ഔട്ടിൻ്റെ ആശയമാണ്. അപ്പോൾ തേക്കിലാണ് പ്രധാന വാതിൽ. നല്ല ഭംഗിയുള്ള കസ്റ്റം ഹാൻഡിലുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് പോകാം. പ്രധാന വാതിൽ തുറന്നു കയറുന്ന ഇവിടുത്തെ ഫോർമൽ ലിവിംഗ് സ്പേസിലേക്കാണ്. റെഡിമെയ്ഡ് ആയിട്ടുള്ള ഫർണിച്ചേഴ്സാണ് ഇവിടെ അലങ്കരിക്കുന്നത്. വീടിൻ്റെ ബാക്കി ഇടങ്ങൾക്ക് സ്വകാര്യത ലഭിക്കാനായിട്ട് 2 സ്ലൈഡിംഗ് ഡോറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ തേക്കിൽ ഫ്ലൂട്ടഡ് ഗ്ലാസ് കൊണ്ടും അതിൽ കെയിനിൻ്റെ പാനലിംഗ് കൊടുത്തുള്ളൊരു ഗ്ലാസ്സാണുള്ളത്. ഇത് തുറക്കുന്നത് നേരെ ഡൈനിങ്ങിലേക്കാണ്. അപ്പം അതിഥികളൊക്കെ വരുമ്പം ഇത് അടച്ചിടാം, ബാക്കിയിടങ്ങൾ സ്വകാര്യത ലഭിക്കും. അതിഥികളില്ലാത്തപ്പം ഇത് തുറന്നിട്ട് കഴിഞ്ഞാൽ ഇടങ്ങളെല്ലാം ഒറ്റ ഹാളായിട്ട് പരസ്പരം വിനിമയം ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റുകയും ചെയ്യാം. ഇത് ഇവിടുത്തെ 2ാമത്തെ സ്ലൈഡിംഗ് ഡോറ്. ഇത് തുറന്ന് കിടക്കുന്ന ഇവിടുത്തെ ഒരു പാസേജിലേക്കാണ്. ഇതാണ് ആ ഒരു പാസേജ്. ഇപ്പോൾ പുതിയകാല വീടുകളുടെ ഒരു ട്രെൻഡ് പറയാം. അതായത് ഒറ്റ നോട്ടത്തിൽ നമ്മുടെ കണ്ണുകൾക്ക് മനസ്സിലാകാത്ത രീതിയിലുള്ള ഹിഡൻ സ്പേസുകൾ ഒരുക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരുപാട് പുതിയകാല വീടുകൾ കാണാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇത്രയും ഒരു ഭിത്തി, ഇവിടെ എന്തെങ്കിലും ഒരു കൗതുകം ഒളിച്ചിരിപ്പുണ്ടായിട്ട് നമുക്ക് മനസ്സിലാകുമോ? ഇല്ല. പക്ഷേ ഈ വീട്ടിലെ കോമൺ ബാത്റൂം ഒരുക്കിയിട്ടുള്ളത് ഇതാണ്. ഇതൊരു ഡോറാണ്. അപ്പം ഈ ഒരു ഡോറിൻ്റെ അതേ ഒരു ഡിസൈനിലാണ് ഈ ഒരു ഫുൾ ഭിത്തിയും ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ സ്വപ്ന വീട്ടിലെ ഇടങ്ങളൊന്ന് ചുരുക്കി പറയാം. സിറ്റ് ഔട്ട്, ഫോർമൽ ലിവിങ്, ചെറിയൊരു ഫാമിലി ലിവിങ്, ഡൈനിങ്, പാറ്റിയോ, കിച്ചൺ, വർക്ക് ഏരിയ, താഴെ 2 ബെഡ്റൂംസ് അറ്റാച്ച്ഡ് ബാത്റൂം, മുകളിലും 2 ബെഡ്റൂംസ് അറ്റാച്ച്ഡ് ബാത്റൂം, ബാൽക്കണി, ചെറിയൊരു മൾട്ടി യൂട്ടിലിറ്റി സ്പേസ്. ഇത്രയുമാണ് ഏകദേശം 2800 സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിട്ടുള്ളത്. എൻ്റെ വീട്ടിൽ ഞാൻ പ്രായോഗികമാക്കണമെന്ന് കുറേ കാലമായിട്ട് ചിന്തിക്കുന്ന ഒരു ആശയമാണ് ഈ ഒരു സ്ലൈഡിംഗ് ഫ്ലൂട്ടഡ് പാർട്ടീഷൻ. അതായത് ഓപ്പൺ ലേഔട്ടാണ്. ഇപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ അതിഥികളും എല്ലാം വരുവാണെങ്കിൽ ഇത്തരത്തിലൊരു ഫ്ലൂട്ടഡ് പാർട്ടീഷൻ ഉണ്ടെങ്കിൽ അത് അടച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥമായിട്ട് ഭക്ഷണം കഴിക്കാം. ഈ സന്ദർശകർ ഇല്ലാത്ത പക്ഷം ഇത് തുറന്നിട്ട് കഴിഞ്ഞാൽ ഒറ്റ ഹാളായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ഇപ്പോൾ ഒരു റെഡിമെയ്ഡ് 6 സീറ്റർ ഡൈനിങ് ടേബിൾ സെറ്റാണ്. ടൈൽ ടോപ്പാണ് വരുന്നത്. അതിന് മുകളിൽ നല്ലൊരു കസ്റ്റം ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിനനുബന്ധമായിട്ട് തന്നെയാണ് ഇവിടെ ഒരു ഓപ്പൺ കിച്ചണാണ്. ഇവിടെ പാൻട്രി കൗണ്ടറുണ്ട്. ഇവിടെ 2 ഹൈ ചെയറുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡൈനിങ്ങിൽ നിന്ന് ഒരു സ്ലൈഡിംഗ് UPVC ഡോർ തുറന്ന് ഇവിടുത്തെ പാറ്റിയോ സ്പേസിലേക്കാണ് കടക്കുന്നത്. അക്വസ്റ്റാർ പാത്തികളും ക്ലാമ്പുകളും, അക്വസ്റ്റാർ റെയിൻ വാട്ടർ പൈപ്സ്, മറ്റെല്ലാം ചുമ്മാ. അപ്പോൾ പൊതുവെ വീടുകളിൽ കൊടുക്കുന്ന പാറ്റിയോ സ്പേസിനേക്കാൾ വിശാലമായിട്ടാണ് ഇവിടുത്തെ പാറ്റിയോ ഒരുക്കിയിട്ടുള്ളത്.
മഴയും വെയിലും കാറ്റും എല്ലാം ഉള്ളിലെത്തുന്ന രീതിയിൽ ഓപ്പൺ ടു സ്കൈ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ സുരക്ഷയ്ക്കായിട്ട് ഗ്രിൽസും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബുദ്ധനാണ് അതിൻ്റെ ഒരു ഫോക്കൽ പോയിൻ്റ്. അതിന് ചുറ്റും ധാരാളം പച്ചപ്പ് നിറച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഊഞ്ഞാൽ കൊടുത്തിട്ടുണ്ട്. മെറ്റൽ ഫർണിച്ചറുകൾ വശത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് കുടുംബത്തിന് ഒത്തുചേരാനുള്ള ഒരു ഇടമായിട്ടാണ് ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇവർ ക്രീപ്പേഴ്സൊക്കെ നട്ടിട്ടുണ്ട്. ഇവിടെ എല്ലാം കുറച്ച് കഴിയുമ്പോൾ ഈ ക്രീപ്പേഴ്സ് എല്ലാം ഇവിടെ എല്ലാം പടർന്നു കയറി ഒരു പച്ചത്തുരുത്താവുന്ന രീതിയിലാണ് ഇവരതിനെ വിഭാവനം ചെയ്തിട്ടുള്ളത്. അപ്പം ഡൈനിങ്ങിന് അനുബന്ധമായിട്ട് നീളത്തിൽ ഇവിടുത്തെ പാൻട്രി കിച്ചൺ കൊടുത്തിട്ടുണ്ട്. ഒരു വൈറ്റ് പിസ്ത ഗ്രീൻ കളർ തീമിലാണ് അത് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ക്രോക്കറി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. MDF മൾട്ടിവുഡ് ഫിനിഷിലാണ് ക്യാബിനറ്റുകൾ കൊടുത്തിട്ടുള്ളത്. കൗണ്ടറിൽ ക്വാർട്സ് ആണ് വരുന്നത്. ഇവിടെ നിന്നും ഇവിടുത്തെ ഒരു പാറ്റിയോ സ്പേസിലേക്ക് കടക്കാനായിട്ടൊരു ഡോറ് നൽകിയിട്ടുണ്ട്. അപ്പം പാൻട്രി കിച്ചൺ ഉണ്ടെങ്കിലും മെയിൻ പാചക പരിപാടികളൊക്കെ ഈ ഒരു വർക്കിംഗ് കിച്ചണിലായിരിക്കും. ഇത് അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള സ്റ്റോറേജുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഷട്ടർ ടൈപ്പ് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. താഴെ പച്ചക്കറിയൊക്കെ സൂക്ഷിക്കാൻ പറ്റിയ വെന്റിലേഷൻ ഉള്ള ടൈപ്പ് സ്റ്റോറേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു കോർണർ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. മാക്സിമം സാധനങ്ങളൊക്കെ സൂക്ഷിക്കാവുന്ന രീതിയിൽ ഉള്ളൊരു സ്റ്റോറേജ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഹുഡ് ആൻഡ് ഹോബ് വരുന്നു. ഡബിൾ സിങ്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡിഷ് വാഷറും കൊടുത്തിട്ടുണ്ട്. മിക്ക വീടുകളിലും ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ വാഷ് ഏരിയ വെക്കുന്നതാണ് ഒരു രീതി. എന്നാൽ ഇവിടെ ഡൈനിങ്ങിൽ നിന്നും അത്യാവശ്യം നല്ല ദൂരത്തായിട്ടാണ് വാഷ് ഏരിയ ക്രമീകരിച്ചിട്ടുള്ളത്. അത് നല്ലൊരു തീരുമാനമാണ്. പലപ്പോഴും ആൾക്കാർ ഭക്ഷണം കഴിക്കുമ്പം മറ്റുള്ളവർ കൈ കഴുകുന്നതിൻ്റെയും കുലുക്കി തുപ്പുന്നതിൻ്റെയും ഒക്കെ ശബ്ദം അരോചകമാകാറുണ്ട്. അപ്പം ഇത്തരത്തിൽ വാഷ് ഏരിയ ഒന്ന് മാറ്റി സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാവുന്നേ ഉള്ളൂ. ടോട്ടൽ 4 ബെഡ്റൂംസ് ആണ്. താഴെ 2 മുകളിൽ 2. ഇത് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമാണ്. ഏകദേശം ഒരു 12x13 ആണ് സൈസ് വരുന്നത്. ഒരു ക്യൂൺ സൈസ് കോട്ട്, അതിൻ്റെ താഴെ കൺസീൽഡ് സ്റ്റോറേജ് ഉണ്ട്. ഇവിടെ വാൾപേപ്പറാണ് ഹെഡ് സൈഡ് വോളിൽ ചെയ്തിട്ടുള്ളത്. താഴെ അപ്പോൾസ്ട്രി പാനലിംഗ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വശത്തെ ഭിത്തി ഫുൾ ലെങ്ത് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അതിന് മധ്യത്തിലായിട്ടൊരു ബേ വിൻഡോ സീറ്റിംഗ് ചെയ്തിട്ടുണ്ട്. പുതിയകാല വീടുകളിൽ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇനി കാണിക്കാൻ പോകുന്നത്. മൾട്ടിവുഡിൻ്റെ ഒരു സ്ലൈഡിംഗ് ഡോറ്. ഇത് തുറക്കുന്നത് ഇവിടുത്തെ ഡ്രസ്സിങ് സ്പേസിലേക്കാണ്. ഒരു ഫുൾ ലെങ്ത് മിറർ കൊടുത്തിട്ടുണ്ട്. അതിലെ ആ ലൈറ്റിൻ്റെ ടോൺ നമുക്ക് ചേഞ്ച് ചെയ്യാൻ നോക്കും. ഇതിനുള്ളിലും ഫുൾ ലെങ്ത് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമും ആ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ ആ ഒരു സ്പേസിന് ഒരു സെപ്പറേറ്റ് പ്രൈവസി ലഭിക്കുന്ന രീതിയിൽ ഇങ്ങനെ കൺസീൽ ചെയ്യുന്നത് ഇപ്പോൾ ഒരുപാട് വീടുകൾ നമ്മൾ കാണാറുണ്ട്. ഇതിവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഏകദേശം ഒരു 14x12 ആണ് സൈസ് വരുന്നത്. ഈ ഒരു ഹെഡ് സൈഡ് വോളിൽ ടെക്സ്ചർ ചെയ്തിട്ടുണ്ട്. താഴെ പാനലിംഗ് വരുന്നുണ്ട്. ഈ വശത്ത് വിൻഡോസ് വരുന്നു. വീടിൻ്റെ മുന്നിലെ കാഴ്ചകൾ അവിടെ നിന്ന് കാണാം. പിന്നെ വീട് പണിയുന്നവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ചില വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങൾ ഈ ഒരു മുറിയിൽ നടപ്പാക്കിയിട്ടുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത്, പുറമെ ഈ വാർഡ്രോബിൻ്റെ വശത്തെ സ്പേസുകളൊന്നും അങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പം ഇവിടെ ഈ ഒരു വാർഡ്രോബിൻ്റെ വശത്തായിട്ടാണ് ഇങ്ങനെ ഒരു മിറർ കൊടുത്തിട്ടുള്ളത്. അതായത് ഈ ഒരു ഡ്രസ്സിങ് സ്പേസിൽ ഒരു പെർമനൻറ്റ് മിറർ കൊടുക്കുന്നതിന് പകരം ഇതുപോലെ ആവശ്യം കഴിഞ്ഞാൽ കൺസീൽ ചെയ്ത് വെക്കാവുന്ന രീതിയിലുള്ളൊരു സ്പേസാണ് കൊടുത്തിട്ടുള്ളത്. അതങ്ങനെ അധികം വീട്ടിൽ നമ്മൾ കണ്ടിട്ടില്ല. അതേപോലെ തന്നെ ഈ ഒരു വശത്തും ഈ ഉപയോഗിച്ച തുണിയൊക്കെ വേണമെങ്കിൽ ഒന്ന് സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കൺസീൽഡ് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീട്ടുകാരനും വീട്ടുകാരിയും സിവിൽ എഞ്ചിനീയേഴ്സാണ്. വീടിൻ്റെ പ്ലാനൊക്കെ വരച്ചത് അവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വീട് എങ്ങനെ വേണമെന്ന് കൃത്യമായിട്ടൊരു ക്ലാരിറ്റി അവർക്കുണ്ടായിരുന്നു. അത് ആ ഒരു ക്ലാരിറ്റി ശരിക്കും വീട്ടിലെ ഇടങ്ങളിലും പ്രതിഫലിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റെയറിൻ്റെ താഴെയുള്ള ഈ ഒരു ഇടം ഒരു ചെറിയ ഫാമിലി ലിവിംഗ് കം TV സ്പേസ് ആക്കി മാറ്റി മൊറോക്കൻ സീരീസ് സ്റ്റൈൽസ് വിരിച്ചാണ് ഈ ഒരു സ്പേസ് വേർതിരിച്ചിട്ടുള്ളത്. അപ്പം അല്ലെങ്കിൽ ഡെഡ് സ്പേസ് ആയി പോകുമായിരുന്ന ഒരിടം ആ രീതിയിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ഇതിലൂടെ സാധിച്ചു. അപ്പോൾ ഈ വീട്ടിലെ ഏറ്റവും വിശാലമായ ഒരു സ്പേസ് എന്ന് പറയുന്നത് ഈ ഒരു ഡബിൾ ഹൈറ്റ് സ്റ്റെയർ സ്പേസ് ആണ്. ഇവിടെ ഈ ഒരു ഭിത്തി ഒരു ഗ്രേ ഫിനിഷിൽ ടെക്സ്ചർ ചെയ്തു. അതിൽ ഗോൾഡൻ ബീഡിംഗ് ഒക്കെ ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. മെറ്റാലിക് സ്റ്റെയർ കേസ് ആണ്. അതിൽ തേക്കിൻ്റെ പ്ലാങ്ക് വിരിച്ചു. ഈ ഒരു ആദ്യത്തെ ലാൻഡിങ്ങിൽ ഒരു ചെറിയ ബേ വിൻഡോ കൊടുത്തു. ഇത് പടിഞ്ഞാറ് വശമാണ്. ഇതുവരെയുള്ള കാറ്റ് വീടിനുള്ളിലൂടെ കയറി മറുവശത്തൂടെ പുറത്തു പോകുന്ന രീതിയിൽ ആ ഒരു ക്രോസ് വെന്റിലേഷൻ സുഗമമാകുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ഡിസൈൻ. 2 വശത്തും അതിനായിട്ട് ജാലകങ്ങൾ കൊടുത്തിട്ടുണ്ട്. കയറി എത്തുന്നത് ഒരു ചെറിയ ലാൻഡിങ് സ്പേസിലേക്കാണ്. അവിടെ വീട്ടുകാർക്ക് ഒത്തുകൂടാനും വേണേൽ ഡാൻസോ ഒക്കെ കളിക്കാനുമായിട്ടുള്ളൊരു ഓപ്പൺ സ്പേസ് ഇട്ടിട്ടുണ്ട്. ഇത് മുകളിലെ 3ാമത്തെ ബെഡ്റൂം. താഴത്തെ ബെഡ്റൂമിൻ്റെ അതേ ഡിസൈനിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വാൾപേപ്പർ വരുന്നുണ്ട്, ക്യൂൺ സൈസ് കോട്ട്. ഇവിടെ താഴത്തെ ബെഡ്റൂമിലുള്ള പോലെ തന്നെ ഡ്രസ്സിംഗ് യൂണിറ്റിൻ്റെ സ്ഥാനത്ത് ഇതുപോലെ കൺസീൽ ചെയ്യാവുന്ന മിറർ യൂണിറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇത് മുകളിലെ 4ാമത്തെ ബെഡ്റൂം. ഏകദേശം ഒരു 11x12 ആണ് സൈസ് വരുന്നത്. നല്ല ഭംഗിയിലൊരുക്കിയൊരു ബെഡ്റൂം. ക്യൂൺ സൈസ് കോട്ട് വരുന്നു. അതിൽ കൺസീൽഡ് സ്റ്റോറേജ് ഉണ്ട്. ഇവിടെ ലൈറ്റിൻ്റെ ടോൺ മാറ്റാവുന്ന ഒരു മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാർഡ്രോബ് വരുന്നു. സ്ലൈഡിംഗ് UPVC ഡോർ തുറന്ന് ചെറിയൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുകൾ നിലയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു മെസനൈൻ ഫ്ലോർ ആണ്. ആ ഒരു സീലിംഗ് ഹൈറ്റ് പ്രയോജനപ്പെടുത്തി ഒരു ലൈബ്രറി ഈ ഒരു മെസനൈൻ ഫ്ലോറിൽ ഒരുക്കിയിട്ടുണ്ട്. തടിപ്പണിയൊക്കെ കഴിഞ്ഞ് ബാക്കി വന്ന തടി കൊണ്ടാണ് ഈ ഒരു സ്റ്റെയർ ഒരുക്കിയിട്ടുള്ളത്. മെറ്റൽ സ്റ്റെയർ കേസ് ആണ്.
ഇതുവഴിയുള്ള ആ ഒരു വാതിൽ തുറക്കുന്നത് ഏറ്റവും മുകൾ നിലയിലെ ഒരു അറ്റിക് സ്പേസിലേക്കാണ്. ഇത് മുകളിലെ അറ്റിക് സ്പേസിലേക്ക് പോകുന്ന ആ ഒരു ഭാഗമാണ്. അപ്പം ആവശ്യമില്ലാത്തപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ ഇങ്ങനെ മുകളിലേക്ക് പൊക്കി ലോക്ക് ചെയ്ത് വെക്കുകയും ചെയ്യാം. അപ്പോൾ 15 സെൻറ്റിൽ 2800 സ്ക്വയർ ഫീറ്റിൽ ട്രോപ്പിക്കൽ മോഡേൺ ഡിസൈനിൽ ഒരുക്കിയ ഈ ഒരു വീടിന് ഏകദേശം ചിലവായത് 85 ലക്ഷം രൂപയാണ്. അപ്പോൾ ഒരുപാട് മലയാളി കുടുംബങ്ങൾക്ക് സമൃദ്ധിയേകിയത് പ്രവാസമാണ്. ഈ വീടിൻ്റെ പേരും സമൃദ്ധി എന്ന് തന്നെയാണ്. ഈ വീടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളാക്കി രേഖപ്പെടുത്തൂ. മറ്റൊരു സ്വപ്ന വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം.